നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം അഡലൈഡ് ടെസ്റ്റിൻ്റെ 2ാം ദിവസം ട്രാവിസ് ഹെഡിനെ പുറത്താക്കിയിട്ട് സിറാജ് നടത്തിയിട്ടുള്ള ആ ഒരു ആഘോഷം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു, വിവാദമായി. ട്രാവിസ് ഹെഡ് എന്ന് പറഞ്ഞു, ഞാൻ വെൽ ബൗൾഡ് എന്നാണ് പറഞ്ഞത്, പക്ഷേ സിറാജ് അങ്ങനെ എടുത്തില്ല. ഇനിയിപ്പോൾ അവരങ്ങനെയാണ് അവരെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ അങ്ങ് കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ നന്മപരമായിട്ട് വന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം സിറാജ് അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവന്നു. സിറാജ് പറഞ്ഞത്, നിങ്ങൾ ശരിക്കും ആ TV ദൃശ്യം ഒന്ന് കണ്ടാൽ മതി, വെൽ ബൗൾഡൊന്നും അല്ല അയാൾ പറഞ്ഞത്, അയാൾ കള്ളം പറയുകയാണ് എന്ന് സിറാജ് പറയുകയും ചെയ്തു. രണ്ട് താരങ്ങൾ പറഞ്ഞു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ട്രാവിസ് ഹെഡ് പറഞ്ഞ സമയത്ത് നമ്മുടെ കമൻറ്റ് ബോക്സിലൊരു സുഹൃത്തിൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി സുകുമാരപിള്ളൈ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റ്, ഓസ്ട്രേലിയക്കാർ കാണിച്ചിട്ടുള്ള സ്ലെഡ്ജിങ്ങിന് കണക്കില്ല മാഷേ. നമ്മൾ അവിടെ ചെന്നിട്ടുള്ളപ്പോഴൊക്കെ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചും തുടങ്ങി. അവർ പുണ്യാളന്മാരൊന്നുമല്ല. പ്രത്യേകിച്ച് ന്യൂസിലാൻഡിനോടും സൗത്ത് ആഫ്രിക്കയോടും പാകിസ്ഥാനോട് പോലും ഇന്ത്യ ഇങ്ങനെ കാണിക്കാറില്ലല്ലോ. ഇപ്പോൾ സംഭവിച്ചതിനെ ന്യായീകരിക്കാനല്ല ശ്രമിക്കുന്നത്, അത് സിറാജിൻ്റെ മോശം പ്രവൃത്തി തന്നെയാണ്. ഹെഡിനെ അപ്രീസിയേറ്റ് ചെയ്ത് വിടാമായിരുന്നു, അതായിരുന്നു ശരി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പിന്നെ സിറാജിൻ്റെ ആ ഒരു വേർഷൻ കേൾക്കുന്നതിന് മുമ്പുള്ള കമൻ്റാണ്. പക്ഷെ അദ്ദേഹം ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്, ഓസ്ട്രേലിയക്കാർ നടത്തിയിട്ടുള്ള സ്ലെഡ്ജിങ്. അതിപ്പോൾ അവർ ഞങ്ങളങ്ങനെയല്ല ചെയ്യുക, ഈ സിറ്റുവേഷനിൽ എന്തായാലും അങ്ങനെയല്ല ചെയ്യുക, ഇന്ത്യൻ താരങ്ങൾ അങ്ങനെയാണ് അവരെ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ ആവട്ടെ എന്നൊക്കെ ട്രാവിസ് ഹെഡ് പറഞ്ഞാൽ പഴയ കഥകളൊന്നും നമുക്കാർക്കും മറക്കാൻ പറ്റില്ല. ഏതായാലും ഒരു സന്ദർഭം ഞാനൊന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. പഴയ കാലത്തെ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഓർമ്മയുള്ള സംഭവമാണ്. എങ്കിലും ഒരു സന്ദർഭം വർഷങ്ങളോളം എടുത്തു അതിൻ്റെ ഒരു കോൺസിക്വൻസിൽ നിന്ന് രക്ഷപ്പെടാൻ അതിൽ ഇൻവോൾവ് ആയ താരങ്ങൾ എന്നുള്ളത് പിന്നീട് പുറത്തു വരികയും ചെയ്തു. സംഭവം മറ്റൊന്നുമല്ല, 2003 മെയ് 12 ഗ്ലെൻ മെഗ്രായും രാം നരേഷ് സർവനും തമ്മിലുണ്ടായിട്ടുള്ള സ്ലെഡ്ജിങ്. അത് സംഗതി എന്താണെന്ന് വെച്ചാൽ, വലിയ രൂപത്തിൽ റെക്കോർഡ് ടാർഗറ്റ് 418 റൺസ് വേണം വെസ്റ്റ് ഇൻഡീസിനെ വിജയിക്കാൻ. ആ വിജയ ലക്ഷ്യത്തിലേക്ക് അവർ ബാറ്റ് എന്തിക്കൊണ്ടിരിക്കുന്നു. ഓപ്പണേഴ്സ് 48 റൺസ് ആഡ് ചെയ്തു. ക്രിസ് ഗെയിലും ഡെവൻ സ്മിത്തും മടങ്ങിപ്പോയി. പിന്നെ ഡാരൻ ഗംഗ മടങ്ങിപ്പോയി. വെസ്റ്റ് ഇൻഡീസ് 74-3 എന്ന രൂപത്തിൽ നിൽക്കുന്നു. ബ്രയാൻ ലാറ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്ന ഒരു 65 റൺസ് അടിച്ചു പോകുന്നു. പക്ഷേ അദ്ദേഹം ഔട്ടാകുന്നു. പിന്നെ ശിവനാരായൺ ചന്ദ്രബോളും രാം നരേഷ് സർവനും ക്രീസിൽ. ആ പെയർ മികച്ച രൂപത്തിൽ അടിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. മെഗ്ര വന്നിങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പലതും വിളിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട് സർവനോട്. സർവൻ അത് മൈൻഡ് ചെയ്യാതെ ബാറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഒടുവിൽ മെഗ്ര രാം നരേഷ് സർവനോട് ഞെട്ടിക്കുന്നൊരു ചോദ്യം ചോദിച്ചു, വളരെ തരം താഴ്ന്നൊരു ചോദ്യം. ബ്രയാൻ ലാറയുടെ ലിംഗത്തിൻ്റെ രുചി എന്താണെന്ന്. ഇതൊക്കെ എന്ത് സ്ലെഡ്ജിങ് ആണ്. അതായത് ബ്രയാൻ ലാറയുടെ ഡിക്ക്, അതിൻ്റെ രുചി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സർവൻ ഇമ്മീഡിയറ്റ്ലി മറുപടി പറഞ്ഞു, എനിക്കറിയില്ല, നിൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്, കൃത്യമായ ഉത്തരം കിട്ടും. ചോദിച്ചു വാങ്ങിയതാണ് മെഗ്ര. പക്ഷേ മെഗ്ര അതിനത് വല്ലാതെ കൊണ്ടു. അദ്ദേഹത്തിൻ്റെ പിന്നീട് മരണപ്പെട്ട ഭാര്യ ജെയിൻ ആ സമയത്ത് ക്യാൻസറിനോട് പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു മറുപടി, ഇത് സർവൻ അറിയില്ല, അത് വേറെ കാര്യം. ഇങ്ങനൊരു മറുപടി സർവനിൽ നിന്ന് കിട്ടിയപ്പോൾ മെഗ്ര താകെ മെൻ്റലി തകർന്നു പോയി. മെഗ്ര ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യാൻ പോകുന്നു. മനസ്സിൽ നിന്നത് വായുന്നില്ല. അവിടെ നിന്ന് വീണ്ടും ഒരു ഓവറിനിടയിൽ ഓടി വന്നിട്ട് വീണ്ടും സർവൻ്റെ നേരേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്രോശിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി കുറേ എഫേർട്ടുകളൊക്കെ ചേർത്തുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഭാര്യയെക്കുറിച്ച് നീ ഇത് പറഞ്ഞാൽ നീ തീരും. സർവനാകെ പിടികിട്ടു, എന്താണ് ഇപ്പോൾ സംഭവം. ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ താരങ്ങളൊക്കെ വന്നുകൊണ്ട് ജസ്റ്റിൻ ലാംഗറൊക്കെ വിരൽ ചൂണ്ടി പറയുന്നു, നീ ലൈൻ ക്രോസ് ചെയ്ത് കളഞ്ഞു, ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇഷ്യൂ. സർവനാകെ കൺഫ്യൂസ്ഡായി, എന്താണ് സംഭവം. കാരണം മെഗ്ര പറഞ്ഞതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുകയാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ മെഗ്ര ചോദിച്ചു വാങ്ങിയതാണ്. പക്ഷേ ഭാര്യയുടെ അവസ്ഥ അത് അറിയില്ലായിരുന്നു സർവന്. കളി പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെയൊക്കെ പ്രകോപിപ്പിച്ചിട്ടും
വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ സർവനും ചന്ദ്രബോളും ഒക്കെ ചേർന്നുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിനെ വിജയിപ്പിച്ചു. റെക്കോർഡ് വിജയം 418. അതങ്ങ് ചേസ് ചെയ്തെടുത്തു. അതന്ന് റെക്കോർഡാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ഒരു റൺ ചേസിംഗ് ആണ് അന്ന് നടന്നത്. കളി കഴിഞ്ഞിട്ട് പിന്നീട് ഇതിനെക്കുറിച്ച് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു, പറഞ്ഞു തീർത്തു എന്നാണ് അതിനുശേഷവും ഓസീസ് താരങ്ങളൊക്കെ പിന്നെ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിൻ ലാംഗർ പിന്നീട് പറഞ്ഞു, ആ സംഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് മെഗ്ര എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. സർവൻ തിരിച്ചു പറയുന്ന ഭാഗം മുതലാണ് ഞാൻ കേൾക്കുന്നത്. ഭാര്യയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നതൊക്കെ കേട്ടു. അങ്ങനെയാണ് ഞാൻ അന്ന് അങ്ങനെ ഇടപെട്ടത്. പിന്നെ 2017 ജസ്റ്റിൻ ലാംഗർ പറയുന്നുണ്ട് ഈ സ്ലെഡ്ജിങ് വേണ്ട എന്ന്. അത് ഞാൻ പറയാൻ കാരണം 2003 ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് റിക്കവർ ആകാൻ പിന്നെ എത്ര കാലം മെഗ്ര എടുത്തു എന്നറിയാവുന്നത് കൊണ്ടാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും സർവൻ അന്ന് ഇരുന്ന് സംസാരിച്ചപ്പോൾ മെഗ്രയോട് സോറി പറയുന്നുണ്ട്. ഞാൻ അറിയില്ലായിരുന്നു കാര്യം. പക്ഷേ മെഗ്ര അങ്ങോട്ട് ഞാനാണ് തുടങ്ങി വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് സോറിയും പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈ താരത്തിൻ്റെ മെഗ്രയാണ് തുടങ്ങിയതെങ്കിലും അദ്ദേഹത്തിന് അത് വലിയ രൂപത്തിൽ ഷോക്കുണ്ടാക്കി. കുറേ കാലങ്ങളെടുത്തു അത്രയും അതിൽ നിന്ന് റിക്കവർ ആവാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് ഇത്തരത്തിലൊക്കെ ചോദിക്കുന്ന ഒരു ലെഗസിയുള്ള ആളുകളാണ് പറഞ്ഞത്. ഞങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്മമരം കളിക്കാൻ വരുന്നു. ഇനിയും എത്ര കാര്യങ്ങളുണ്ട്. പഴയ മങ്കി ഗേറ്റിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അത് ഇരുഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ കാര്യമാണ്. ഹർഭജൻ സിംഗും ആൻഡ്രൂ സൈമൺസും ഒക്കെ ഇടപെട്ടിട്ടുള്ള ഒരു സംഭവം. നമ്മളതിലേക്ക് പോകുന്നില്ല. സൈമൺസ് എല്ലാം മരണപ്പെട്ടു പോയി. ക്രിക്കറ്റ് ലോകത്തിന് വലിയ നഷ്ടമാണ് അതൊക്കെ. എന്തായാലും പറഞ്ഞു വന്നപ്പോൾ പഴയ കാര്യങ്ങൾ ഈ കമൻറ്റ് കണ്ടപ്പോൾ ഓർത്തുപോയി. അതങ്ങ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.